Very good evening. You are with headlines today. Let's now just cut straight to Narendra Modi, who is speaking at a rally in Cochin. ആ സമൂഹത്തിന്റെ ആത്മീയ ഗുരുവായിട്ടുള്ള വളരെ പ്രായം കുറഞ്ഞ എന്നാൽ ഏറ്റവും പ്രതിഭാസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങൾ രാജ്യസഭയിലേക്ക് ഗുജറാത്തിന്റെ പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ളത്. और दूसरा जो राज्यसभा का मेंबर हमने भेजा है वो एक फिशरमैन है. पहली बार एक फिशरमैन राज्यसभा में जाकर के बैठने वाला है. രണ്ടാമത്തെ ആളായിട്ട് ഗുജറാത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് അയച്ചത് ഈ നാട്ടിലെ അരയ സമുദായത്തിൽപ്പെടുന്ന, ധീവര സമുദായത്തിൽപ്പെടുന്ന, മുക്കുവ സമുദായത്തിൽപ്പെടുന്ന, അങ്ങനെയുള്ള സമുദായത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തി രാജ്യസഭയിൽ അംഗമായിട്ട് കടന്നു ചെല്ലുന്നത്. भाइयों बहनों, मैं ये घटना इसलिए कह रहा हूं, जब मैं कहता हूं न कि आने वाले 10 साल, मेरे शब्द लिख के रखिए, वो 10 साल आपके हैं, आपके. വരാൻ പോകുന്ന 10 വർഷം നിങ്ങൾ കുറിച്ചിട്ടോളൂ. ആ 10 വർഷം വരാൻ പോകുന്ന ദശകം നിങ്ങളുടേതാണ്, നിങ്ങൾ ഓരോരുത്തരുടേതും. और भाइयों बहनों, पिछले 60 साल में जितनी सरकारें आई, करने जैसे कई काम उन्होंने नहीं किए हैं. वो सब पूरा करने का मेरे नसीब में लिखा हुआ है. കഴിഞ്ഞ 60 വർഷക്കാലം ഈ രാജ്യം ഭരിച്ചിരുന്ന സർക്കാരുകൾ അവര് ചെയ്യേണ്ട ജോലികൾ പലതും ചെയ്തിട്ടില്ല. അത് മുഴുവൻ പൂർത്തിയാക്കാനുള്ള ഉത്തരവാദിത്വവും ആ ദൈവേച്ഛയുമാണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത് വരാൻ പോകുന്ന വർഷങ്ങളിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. कोई मुझे कहे इस समाज को बचाने का जिस महापुरुष ने काम किया, एक प्रकार से देश को बचाने का काम किया था, वो महात्मा अयंकली का स्मारक होना चाहिए कि नहीं होना चाहिए? ഈ രാജ്യത്തെ രക്ഷിക്കാൻ, ഈ സമാജത്തെ മുന്നോട്ട് നയിക്കാൻ, അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാത്മാ അയ്യങ്കാളിയുടെ സ്മരണ നിലനിർത്താനുള്ള ഉചിതമായിട്ടുള്ള സ്മാരകം, അങ്ങനെ ഒരു സ്മാരകം ഉണ്ടാകേണ്ടതാണോ അല്ലയോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. मुझे लगता है ये पवित्र काम भी मेरे लिए ही बाकी रखा गया है. ആ കടമയും നിറവേറ്റാനുള്ള ഉത്തരവാദിത്തമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. आज केरल शिक्षित है, वो किसी सरकार की बदौलत नहीं है. अगर नारायण गुरु न होते, नारायण गुरु ने वह तपस्या न की होती, नारायण गुरु ने एक एक बच्चे को पढ़ाई के पीछे जीवन न खपाया होता, तो आज केरल शिक्षित न होता. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി, ആ പുരോഗതിയുടെ പ്രധാന കാരണം, അതിന്റെ കാരണം ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളും ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളുമാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതി ഇന്ന് കാണുന്ന രീതിയിൽ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. क्या हिंदुस्तान के और इलाकों को पता नहीं होना चाहिए कि नारायण गुरु महापुरुष ने इतना बड़ा काम किया था, महात्मा अयंकली ने इतना बड़ी आंदोलन चलाया था, समाज को बचाया था? क्या देश की युवा पीढ़ी को पता नहीं चलना चाहिए? ഈ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെക്കുറിച്ച് അറിയാനുള്ള അവകാശവും അവസരവും ഉണ്ടാകണ്ടേ? മഹാത്മാ അയ്യങ്കാളിയുടെ ദർശനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഉത്ബോധനങ്ങളെക്കുറിച്ചും ഈ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് അറിയാനുള്ള അവസരങ്ങളും അവകാശവും ഉണ്ടാകേണ്ടതല്ലേ? लेकिन भाइयों बहनों, 60 साल से जो लोग सरकारें चला रहे हैं, उनको तो लगता है
कि सब कुछ एक परिवार ने किया है, बाकी लोगों ने कुछ नहीं किया है। 60 കൊല്ലക്കാലമായിട്ട് ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് അവർ കരുതുന്നത് ഇവിടെ സംഭവിച്ചതെല്ലാം ഒരു കുടുംബത്തിന്റെ പരിശ്രമ ഫലമാണ്, മറ്റുള്ളവരൊന്നും തന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. भाइयों बहनों, हिंदुस्तान में राजनेताओं पर, सभी पक्ष के सभी राजनेताओं पर एक आरोप लगातार लगता है कि वे सत्ता में आते हैं तो इनके परिवार को माला माल कर देते हैं, उनके परिवार का भला करते हैं। भाइयों बहनों, मैं सरकार में आकर के जिस परिवार ने मुझे जन्म दिया है उनके लिए मैंने कुछ भी नहीं किया है। लेकिन भाइयों बहनों, अगर 2014 में आप मुझे सहयोग देकर के दिल्ली में बिठाएंगे तो मैं मेरे परिवार के लिए कुछ करना चाहता हूं। लेकिन वो परिवार नहीं जिसने मुझे जन्म दिया है, ये मेरा परिवार है, इस परिवार के लिए मुझे करना है। ഈ രാജ്യത്ത് സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് ഉയരുന്ന ആരോപണം അവര് സ്വന്തം കുടുംബത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ്, അവരെന്ത് ചെയ്താലും അത് കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. സർക്കാരിൽ ഭരണത്തിൽ വന്നതിന് ശേഷം എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. 2014 ഈ രാജ്യത്തിന്റെ ഭരണത്തിലേക്ക് നിങ്ങളുടെ സഹായം നിങ്ങളെല്ലാവരും കൂടി തീരുമാനിക്കുകയാണെങ്കിൽ, ആ പദവിയിലേക്ക് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ആ കുടുംബം എനിക്ക് ജന്മം നൽകിയ കുടുംബമല്ല, ഈ ഇരിക്കുന്ന മുഴുവൻ ഈ ജനസമൂഹത്തിന്റെ ഈ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. भाइयों बहनों, ये मेरा बृहद परिवार है। ये दलित, ये पीड़ित, ये शोषित, ये पिछड़े, ये आदिवासी, क्योंकि मैं इन्हीं के बीच में पैदा होकर के उन्हीं के बीच में पला बड़ा हूं, और इसलिए मुझे मेरा कर्तव्य बनता है मेरे इस परिवार की भलाई के लिए मुझे प्राथमिकता देनी चाहिए। ഈ ഇരിക്കുന്നവരാണ് എന്റെ കുടുംബം, ഇതാണ് എന്റെ വിശാലമായിട്ടുള്ള കുടുംബം. ഈ ഒരു സമൂഹത്തിലാണ് ഞാൻ ജനിച്ചത്, ഈ സമൂഹത്തിലാണ് വളർന്നത്, ഈ സമൂഹമാണ് എന്നെ വലുതാക്കിയത്. അതുകൊണ്ട് തന്നെ എന്റെ കടമയും ഉത്തരവാദിത്വവുമാണ് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്നെ സ്വയം സമർപ്പിക്കാനുമുള്ള ഉത്തരവാദിത്വം. भाइयों बहनों, अगर हमें प्रगति करनी है, हमें विकास करना है, दो चीजों की हमें गांठ बांधनी होगी। मैं अपने परिवारजनों के बीच आया हूं और महात्मा जी के पुण्य स्मरण के लेकर के आया हूं तब मैं पूज्य नारायण गोवामुस गुरु की क्षमा मांगते हुए, पूज्य महात्मा आयनकाली जी की क्षमा मांगते हुए एक छोटे सेवक के रूप में आप सबसे प्रार्थना करना चाहता हूं। दो चीजें हैं जिसमें हम कॉम्प्रोमाइज न करें। एक, हमारे बेटे बेटी को जितना पढ़ा सकते हैं पढ़ाएं, उनको शिक्षित करें, शिक्षा में उनको आगे जाने दें, उनको अवसर दें। और दूसरा, हम लोगों की एक सबसे बड़ी मुसीबत है, सदियों से चले आ रही कुप्रथाएं, वो ऐसी हमारे जहन में घुस गई है कि उन कुप्रथाओं के चलते हम कभी कर्जदार बन जाते हैं, पूरा परिवार संकट में पड़ जाता है। हम 21वीं सदी में जी रहे हैं। मेरे भाइयों बहनों,
हमारे समाज में, हमारे परिवार में, हमारे गांव में जो भी कुप्रथाएं चलती हैं, हमें उससे मुक्ति का संकल्प लेकर के जाना चाहिए. ഗാന്ധിജിയുടെ മഹാത്മാഗാന്ധിജിയുടെ സന്ദേശവുമായിട്ടാണ് ഞാൻ വരുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും നാട്ടിലേക്ക് അവരുടെ വാക്കുകൾ കേട്ട് വളർന്നിട്ടുള്ള ഒരു സമൂഹത്തിനോട് ഞാൻ ക്ഷമാപൂർവം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് പുരോഗതിയിലേക്ക് നീങ്ങണമെങ്കിൽ നമുക്ക് വളർച്ചയുണ്ടാകണം, വികസനമുണ്ടാകണം. ആ വികസനത്തിന് രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഒന്ന്, നമുക്ക് നമ്മുടെ മക്കളെ, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, അവർക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ഉത്തരവാദിത്വവും ചുമതലയും അത് നമ്മൾ നിറവേറ്റണം. അവർക്ക് സാധിക്കാവുന്നത്ര, അവർക്ക് എത്രമാത്രം വിദ്യാഭ്യാസം നേടാൻ സാധിക്കുമോ അത്രയും വിദ്യാഭ്യാസം നൽകാനുള്ള ആ ഒരു സാഹചര്യം, അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സമൂഹത്തില് നിരവധി അനാചാരങ്ങളും നിരവധി അന്ധവിശ്വാസങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആ അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും തലമുറയായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുന്ന ഈ അനാചാരങ്ങളിൽ നിന്ന് മുക്തരാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, ആ പരിശ്രമവും നമുക്ക് നടത്തേണ്ടതുണ്ട്. भाइयों बहनों, पूज्य बाबा साहब आम्बेडकर ने हम सबको कहा था, 3 चीजें कही थी. उन तीनों बातों का आज भी महत्व है. उन्होंने कहा था, शिक्षित बनो, संगठित बनो, संघर्ष करो. ബാബാ സാഹേബ് അംബേദ്കർ ഈ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി, അദ്ദേഹം നമുക്ക് നൽകിയ സന്ദേശം, ആ സന്ദേശത്തിന് ഇന്നും അങ്ങേയറ്റത്തെ പ്രസക്തിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, വിദ്യാഭ്യാസം നേടൂ, സംഘടിക്കൂ, പോരാടൂ. ഈ 3 ഉദ്ബോധനങ്ങളാണ് ബാബാ സാഹേബ് അംബേദ്കർ നമുക്ക് നൽകിയത്. വിദ്യാഭ്യാസം നേടാനും സംഘടിക്കാനും പോരാട്ടം നടത്താനുമുള്ള ആ സന്ദേശത്തിന് ഇന്നും അങ്ങേയറ്റത്തെ പ്രസക്തിയുണ്ട്. भाइयों बहनों, अब हम न्याय के लिए भीख नहीं मांगेंगे. न्याय ये हमारा अधिकार है. നമുക്ക് നീതിക്ക് വേണ്ടിയിട്ട് യാചിക്കാൻ ഇനി സമയമില്ല. കാരണം നീതി എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. भाइयों बहनों, वोट बैंक की राजनीति में तोड़ो और राज करो, यही परंपरा चली है. भाई से भाई को लड़ाओ, गांव को शहर से लड़ाओ, जाति बिरादरी के बीच में झगड़े कराओ, एक दूसरे के खिलाफ लड़ाते रहो और अपनी कुर्सी बचाए रखो. यही कारनामे 60 साल तक चले हैं और हम बिखरते चले गए हैं, टूटते चले गए हैं और बर्बाद होते रहे हैं. വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയം സഹോദരനെ സഹോദരനുമായിട്ട് അകറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഉണ്ടായത്. ജാതികൾ തമ്മിൽ സംഘർഷമുണ്ടാക്കാനുള്ള പരിശ്രമമാണ് ഉണ്ടായത്. ഗ്രാമങ്ങളെ നഗരങ്ങളുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ആഹ്വാനമാണ് മുടക്കിയത്. ഇതിന്റെ ഫലമായിട്ട് നാട്ടിൽ സംഭവിച്ചിട്ടുള്ളത്, നമ്മൾ അസംഘടിതരായി, നമ്മൾ പരസ്പരം പോരടിക്കുന്നവരായി, നമ്മൾ വിഘടിതരായി. അതാണ് ഈ 60 കൊല്ലക്കാലത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. ये वोट बैंक की राजनीति करने वाले लोग जहर की खेती करने में माहिर है. വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടത്തുന്നവർ വിഷത്തിന്റെ കൃഷിക്കാരാണ്. ആ കൃഷിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ये रंगनाथ मिश्रा कमीशन वो जहर की खेती करने का काम करने के लिए लगाया गया है.
രംഗനാഥ മിശ്ര കമ്മീഷൻ എന്നുള്ളത് ഇതേപോലെ വിഷവിത്തുക്കളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. बाबा साहब आम्बेडकर ने आपको जो हक दिलवाए हैं, हम सबको जो हक दिलवाए हैं, उसको लूटने का षड्यंत्र हो रहा है. ബാബാ സാഹേബ് അംബേദ്കർ നൽകിയിട്ടുള്ള ഭരണഘടനാ ദത്തമായിട്ടുള്ള അവകാശം, ആ അവകാശത്തെ കവർന്നെടുക്കാനുള്ള ശ്രമമാണ് ഇന്ന് ചില ആളുകൾ രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ടിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. बाबा साहब आम्बेडकर ने हमें जो दिया है वो सिर्फ बाबा साहब आम्बेडकर ही वापस ले सकते हैं और किसी को वापस लेने का अधिकार नहीं है. ബാബാ സാഹേബ് അംബേദ്കർ നൽകിയത് തിരിച്ചെടുക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് മാത്രമുള്ളതാണ്. മറ്റാർക്കും അത് നൽകാൻ, അത് തിരിച്ചെടുക്കാനുള്ള അവകാശമില്ല. और इसलिए भाइयों बहनों, ये रंगनाथ मिश्रा कमीशन हम दलित पीड़ित शोषितों के बीच में एक जहर की खेती करने वाला पाप कर हो रहा है. ഈ രംഗനാഥ മിശ്ര കമ്മീഷൻ ഈ നാട്ടിൽ വിഷവിത്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. 100 दिन के बाद दिल्ली में सरकार बदल जाएगी और नई सरकार ये जहर की खेती करने वालों को विदाई करेगी और जहर की खेती न हो, देश में अमृत की खेती हो, भाईचारे की खेती हो, सद्भावना की खेती हो, एकता की खेती हो. हम मिलकर के भारत माता को महान बनाए, ये सपने लेकर के आगे चलना चाहते हैं. 100 ദിവസങ്ങൾക്ക് ശേഷം ഡൽഹിയില് ഭരണത്തിന്റെ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ആ ഡൽഹിയിലെ ഭരണമാറ്റം കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, ഈ വിഷവിത്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ സാഹചര്യം മാറാൻ പോവുകയാണ്. ഇവിടെ അമൃതകുംഭമാണ് ഉയർന്നു വരാൻ പോകുന്നത്. അമൃത കലശമാണ് ഉയർന്നു വരാൻ പോകുന്നത്. ഇവിടെ മനുഷ്യനെ യോജിപ്പിക്കുന്ന ഒരു സാഹചര്യം, സഹോദരന്മാരെ യോജിപ്പിക്കുന്ന സാഹചര്യം, ഇവിടെ ജനങ്ങളെ മുഴുവൻ യോജിപ്പിക്കുന്ന സാഹചര്യം, അങ്ങനെയുള്ള ഒരു സാഹചര്യം, സദ്ഭാവനയുടെ സാഹചര്യം, ആ സാഹചര്യമാണ് ഈ നാട്ടിൽ ഉയർന്നു വരാൻ പോകുന്നത്. महात्मा अहिंकली और पूज्य नारायण गुरु ऐसे सभी महापुरुष जिन्होंने समाज को शिक्षित किया, समाज को शक्ति दी, ऐसे महापुरुषों को मैं नमन करता हूं, प्रणाम करता हूं. ഈ സമൂഹത്തിന് ശക്തി നൽകിയ, പ്രേരണ നൽകിയ ശ്രീനാരായണ ഗുരുദേവനെയും മഹാത്മാ അയ്യങ്കാളിയെയും അവരെ രണ്ടുപേരുടെയും പാദങ്ങളിൽ നമസ്കരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. नटेशन जी ने मुझे हौसला दिया, शक्ति दी, मैं नटेशन जी का आभारी हूं. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ എനിക്ക് വലിയ പ്രേരണ നൽകിയിരിക്കുന്നു, ശക്തി നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിനോട് എനിക്ക് അങ്ങേയറ്റത്തെ കടപ്പാടുണ്ട്. केपीएमएस ने, विशेष करके नीलकंठ मास्टर जी ने मुझे आज आपके बीच आने का सौभाग्य दिया, मेरे अपनों के बीच आने का अवसर दिया, मेरे परिवार में बैठने का अवसर दिया, इसलिए मैं आपका भी आभारी हूं. കെപിഎംഎസിന്റെ നേതാക്കന്മാര് ശ്രീ നീലകണ്ഠൻ മാസ്റ്ററും ടി വി ബാബുവും എനിക്കിവിടെ നിങ്ങളോടൊപ്പം ഒരുമിച്ച് വരാൻ, നിങ്ങളെ എല്ലാവരെയും നേരിട്ട് കാണാൻ, എന്റെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് വരാൻ അതിനുള്ള അവസരം നൽകിയിരിക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് അവരോടും അങ്ങേയറ്റത്തെ കടപ്പാടും കൃതജ്ഞതയുമുണ്ട്. നിങ്ങൾ എനിക്കോ ഇന്നു തന്ന സ്നേഹത്തിനോ വരാളെ നന്ദി. നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ പൂർത്തീകരിക്കാമെന്നു ജ്ഞാന വാഗ്ദാനം ചെയ്യുന്നു. बहुत बहुत धन्यवाद. പ്രിയമുള്ളവരെ, മോഡിജിയുടെ പ്രസൻസിൽ കേരള പുലയർ മഹാസഭയും കേരള പുലയൻ
Narendra Modi there, BJP's Prime Minister candidate, taking on the UPA, in fact, and also making a direct reference, a dig at Sonia Gandhi on her poison seeds comment, saying that now we need to sow the seeds for unity. Narendra Modi in his High Blitz campaign, this time in the south of the country, in Kochi, in Kerala.